ഗൈസ് നമുക്ക് കുഞ്ഞായിട്ട് നമുക്കൊരു ദിവാലി ഗിഫ്റ്റ് ഉണ്ടാക്കാം. ദിവാലി ഗിഫ്റ്റ് എൻ്റെ ഫ്രണ്ട് ആരാധ്യക്കാണ് കേട്ടോ. നമുക്കൊരു A4 ഷീറ്റിന് പകുതി നമുക്ക് മുറിച്ചാണ്ട് ഒരു ഗിഫ്റ്റ് പുതിയ മോഡൽ നമുക്കൊന്ന് ചെയ്യാം. അവൾ എനിക്ക് തന്നേനു കേട്ടോ ഗിഫ്റ്റ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മറന്നു ഗൈസ്. ഒരു ബിസ്ക്കറ്റും 2 ഡയറി മിൽക്കുമായിരുന്നു തന്നെ, 10ന് 2. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചപ്പോൾ കേടുന്നു. അപ്പോൾ അതിൻ്റെ സൈഡൊന്ന് മുറിച്ചെടുക്കാം. വീട്ടിൽ ബഹളമുണ്ട്, ചിലപ്പോൾ ഇപ്പോൾ ഒന്ന് ബഹളം ഉണ്ടാക്കാൻ സാധ്യത കൂടുതലാണ്. എൻ്റെ വീഡിയോ എടുക്കണണ്ടല്ലേ കളിയാക്കും. പക്ഷെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ആ കേടായ പോർഷനൊന്ന് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു പേപ്പറായിട്ടുണ്ട്. അതിൻ്റെ സൈഡ് പോർഷൻസൊക്കെ ഒന്ന് നമുക്ക് പശ അയച്ചെടുക്കാം. ബാക്കി നമുക്ക് സമ്മാനം കയറ്റാനുള്ളതാണ്. സമ്മാനം കയറ്റാനുള്ള ഒരു ഇതും വേണം. പശ ഒന്ന് തേച്ചെടുക്കാം. ഞാൻ പശ വെച്ചിട്ടുണ്ട്. പശ വെച്ചെടുക്കാം. കഴിയുമ്പോൾ കൂടെ നമുക്കിതിന്മേൽ എന്തെങ്കിലും എഴുതാം. ഞാൻ എഴുതുന്നത് ഹാപ്പി ദിവാലി എന്നാണ് എഴുതി കൊടുക്കാം. കുറച്ച് പേർപ്പിൾ കളറിലാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. വീട്ടിലത്തെ ബഹളങ്ങളാണ്, ആരും ശ്രദ്ധിക്കേണ്ടതില്ല. നമുക്ക് ഹാപ്പി ദിവാലി എന്ന് എഴുതി കൊടുത്തിട്ട് അടിയിൽ ഇൻഷാ ടു ആരാധ്യയാണ് എൻ്റെ പേരും എൻ്റെ ഫ്രണ്ടിൻ്റെ പേരും കൂടി എഴുതി കൊടുക്കാം. ഗിഫ്റ്റായിട്ട് കൊടുക്കാനാണ് എൻ്റെ അഭിപ്രായം. അല്ല, ഗിഫ്റ്റ് ഒന്നാവില്ല. ഇതേപോലെ നമുക്ക് നല്ല ഭംഗിയിൽ എഴുതി കൊടുത്തിട്ട് ഇതിലൊക്കെ ഞാൻ ഡേംസിൻ്റെ 10ൻ്റെ ഒരു കളറാണ് അവൾക്ക് കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. ഇതാണ് കളറ്. സൈഡ് ഒട്ടിപ്പോൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിൽ എങ്ങനെയോ ഞാൻ പിടിച്ചിക്കണം, അത്രേ ഉള്ളൂ ഗൈസ്. അതേപോലെ ഒന്ന് ചെയ്തു മുകളിൽ ഒട്ടിപ്പൊന്നുമില്ല, വെറുതെ വലിയ പാക്കേജിൽ കൊടുക്കണം.